ഈ ആഗോളതലത്തിൽ തന്നെ ഈ റിവൈവൽ ഓഫ് വഖഫ് എന്ന് പറഞ്ഞിട്ട് തന്നെ ഭയങ്കര അധികം ഇപ്പൊ ആഗോള പണ്ഡിതന്മാരാണെങ്കിലും ഇപ്പൊ ഇങ്ങനെ ഇങ്ങനെ അപാകതകൾ വന്നു പോയിട്ടുള്ള അന്യാധീനപ്പെട്ടു പോയിട്ടുള്ള വഖഫുകളൊക്കെ തിരിച്ചു പിടിക്കണം. അത് ഈ ഉമ്മത്തിന്റെ ആവശ്യമാണ്, കമ്മ്യൂണിറ്റിയുടെ ആവശ്യമാണ് എന്നുള്ള നിലക്ക് പല നിലക്കുള്ളത് ഇങ്ങനെ കാണാൻ കഴിയും. അപ്പൊ ഈ സെൻസിലും നമ്മൾ ഇപ്പൊ ഇന്ത്യയിൽ ആലോചിച്ച് നോക്കുമ്പോഴും അതിനൊക്കെ തിരിച്ചു പിടിക്കുക എന്നുള്ളതായിരിക്കണം. അപ്പൊ വഖഫ് എന്നുള്ള ഞാൻ പറയുന്ന വഖഫ് എന്നുള്ള ഒരു സങ്കല്പത്തിനെ കുറച്ചും കൂടി മുസ്ലിം സമൂഹത്തിനെ എന്താകാം അതിനെ തിരിച്ചു പിടിക്കുക എന്ന് പറയുന്നത് എന്താണ് വളരെ ഒരു മുസ്ലിം സമൂഹത്തിനെ സംബന്ധിച്ചിടത്തോളം തന്നെ നിലനിൽക്കാനും അതിനെ ഒരു വികാസം പ്രാപിക്കാനും ഒക്കെ സഹായിക്കുന്ന ഒരു ഐഡിയ ആയിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ അത് പലതരത്തിലുള്ള, ഞാൻ പറഞ്ഞല്ലോ, പലതരം ക്രിയാത്മകമായിട്ടുള്ള ഐഡിയകൾ വഖഫിന്റെ ഉള്ളിൽ നിന്നുകൊണ്ട്, അതിന്റെ ലീഗൽ ഇൻസ്റ്റിറ്റ്യൂഷന്റെ ഉള്ളിൽ നിന്നുകൊണ്ട് പല കാലങ്ങളിൽ പല സന്ദർഭങ്ങളിൽ രൂപപ്പെട്ടിട്ടുണ്ട്. എന്നാൽ ഇക്കാലഘട്ടത്തിലും എന്താകാം വഖഫ് എന്നുള്ളത് എന്താകാം കമ്മ്യൂണിറ്റിക്ക് വളരെ ഉപകാരപ്പെടുന്ന നിലയിൽ, അല്ലെങ്കിൽ മുസ്ലിം സമൂഹത്തിനും അതുപോലെ തന്നെ പൊതുനന്മകൾക്കൊക്കെ വേണ്ടിയിട്ട് എന്താകാം പല നിലക്ക് ഉപകാരപ്പെടുന്നതിൽ ഐഡിയനെ എന്താക്കാം പലതരത്തിൽ റിവൈവ് ചെയ്യാം. അതേപോലെ തന്നെ നമ്മളെ ഈ സച്ചർ കമ്മിറ്റിയിലൊക്കെ പറയുന്ന ഒരുപാട് എന്താക്കുന്നുണ്ട്, അന്യാധീനപ്പെട്ടിട്ടുള്ള വഖഫ് ലാൻഡ് റെക്കോർഡ്സുകളിൽ വഖഫാക്കപ്പെട്ടിട്ട് കൃത്യമായിട്ട് ഗവൺമെന്റ് റെക്കോർഡുകളിൽ വഖഫായിട്ടും അത് പലരും കൈയടക്കി വെച്ചിട്ടുണ്ട്. അതൊക്കെ എന്താക്കണം, അത് പിരിച്ചു പിടിക്കുകയും അതിന്റെ പർപ്പസിന് വേണ്ടി എന്താക്കുകയും ചെയ്യണം. ഏത് പർപ്പസിന് വേണ്ടിയിട്ടാണോ അത് നിലനിർത്തിയിട്ടുള്ളത്, അതായത് ജമാ മസ്ജിദിന്റെ അതിന്റെ ഒരു മെയിൻ്റനൻസിന് വേണ്ടിയിട്ടാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു സ്കൂളിന് വേണ്ടിയിട്ടാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു മദ്രസക്ക് വേണ്ടിയിട്ടാണെങ്കിൽ, ആ ഒരു അന്യാധീനപ്പെട്ട പ്രോപ്പർട്ടി തിരിച്ചു പിടിക്കുകയും അതിന്റെ ആ ഒരു നന്മ എന്താക്കുകയും ചെയ്യണം, നിലനിർത്തുകയും ചെയ്യണം എന്നുള്ളത് തന്നെയാണ് ഒരു പൊളിറ്റിക്കലായിട്ടുള്ള പൊസിഷനും അത് തന്നെയാണ് ഒരു എത്തിക്കലായിട്ടുള്ള പൊസിഷനും. അതോടുകൂടിയാണ് എന്താകുന്നത് ഇവിടെയുള്ള പൊതു നന്മകൾ പരിപോഷിക്കാൻ കഴിയുക. അപ്പോൾ അതിൽ തന്നെ പുതിയ ഐഡിയകളും എന്താക്കാം വഖഫ് എന്നുള്ള ഒരു സങ്കല്പത്തിലേക്ക് കൂട്ടിച്ചേർക്കാൻ പറ്റും എന്നുള്ളതാണ്. നമ്മൾ എപ്പോഴും പഴയ ഒരു അതായത് ഇപ്പോൾ ഞാനൊക്കെ എപ്പോഴും ആലോചിക്കാറുണ്ട്, ഈ മീഡിയ എന്നൊക്കെ പറയുന്നത് ആധുനിക കാലത്ത് വളരെ ഇപ്പോൾ പറഞ്ഞല്ലോ വഖഫിനെ കുറിച്ച് തന്നെ വളരെയധികം കുപ്രചാരങ്ങളുണ്ട് എന്നുള്ളത്. അപ്പോൾ മീഡിയ പോലുള്ള ഒരു നന്മ ഉദ്ദേശിച്ചുകൊണ്ട് ഒരു വഖഫുകൾ പുതിയ തരത്തിൽ അത് വഖഫുകളെ വിഭാവന ചെയ്തുകൂടെ, അല്ലെങ്കിൽ പുതിയ വഖഫുകൾ ക്രിയേറ്റ് ചെയ്യപ്പെട്ടുകൂടെ എന്നുള്ളത് ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള സംഗതികൾക്കൊക്കെ എന്താക്കാം, കാരണം ഓരോ കാലഘട്ടത്തിലും വ്യത്യസ്തമായിട്ടുള്ള പർപ്പസുകളായിരിക്കും. എന്താക്കാം, ചില പർപ്പസുകൾ എല്ലാ കാലത്തും ഉള്ളതായിരിക്കും. അതായത് ഒരാൾ മരിച്ചാൽ കബറടക്കുക എന്നുള്ളത് എല്ലാ കാലത്തുള്ള വേണ്ടപ്പെട്ട പർപ്പസാണ്. നിസ്കരിക്കുക എന്നുള്ളത് വേണ്ടപ്പെട്ട പർപ്പസാണ്. അതായത് മതപഠനം, അതുപോലെ തന്നെ ഫിഖ് പഠിക്കുക എന്നൊക്കെയുള്ള മദ്രസകൾ ഉണ്ടാകുക എന്നുള്ളത് എന്താണ് എല്ലാ കാലത്തും വേണ്ട പർപ്പസാണ്. അതേപോലെ തന്നെ ചില പർപ്പസുകൾ എന്തുണ്ടാവും, പുതുതായിട്ട് ഉടലെടുക്കും. ആ നിലക്ക് എന്തുണ്ടാകേണ്ടി വരും, പുതിയ തരം വഖഫുകൾ എന്താകേണ്ടി വരും. അതിനെ വഖഫിന്റെ ഉള്ളിലേക്ക് പുതിയ തരം പർപ്പസുകളെ കൂടി എന്താകുന്നുണ്ട്, നമ്മൾ കൂടിച്ചേർക്കേണ്ടതായിട്ടുള്ള ഒരു അഭിപ്രായം എനിക്കുണ്ട്. കൈറോ യൂണിവേഴ്സിറ്റി അസ്ഹർ മൊത്തം വരുന്നത് വഖഫിലൂടെയാണ്. എല്ലാ യൂണിവേഴ്സിറ്റികളൊക്കെ എടുത്തു നോക്കുമ്പോൾ മുസ്ലിങ്ങൾ മാത്രല്ല ഇതിന്റെ ബെനിഫിഷ്യറീസ്, സമൂഹം മൊത്തം ഉണ്ട്. ഇപ്പം അതായത് വഖഫിന്റെ അൾട്ടിമേറ്റ് ബെനിഫിഷ്യറി, അതായത് ഇപ്പം ഫറൂഖ് കോളേജിന് മുനമ്പത്ത് ഒരു ഭൂമി കൊടുത്തെന്ന് പറയുന്നുണ്ടല്ലോ. ഇനിയിപ്പോൾ ആ ഒരു മദ്ഹബുകൾ നോക്കിക്കഴിഞ്ഞാൽ ഇതിന്റെ എല്ലാ വഖഫിന്റെയും അൾട്ടിമേറ്റ് ബെനിഫിഷ്യറി, അതായത് ഇപ്പം ഫറൂഖ് കോളേജ് ഒന്നും ഇല്ലാതായി, ആ വിദ്യാഭ്യാസം എന്നുള്ള പർപ്പസ് ഇല്ലാണ്ടായി കഴിഞ്ഞാൽ അത് പോവേണ്ടത് യഥാർത്ഥത്തിൽ എന്താണ്, പാവങ്ങൾക്കാണ്. സമൂഹത്തിലെ പാവങ്ങളാണ് യഥാർത്ഥത്തിൽ എല്ലാ ദാനങ്ങളുടെയും ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള ആത്യന്തികമായിട്ടുള്ള അവകാശികൾ എന്നുള്ളതാണ് മദ്ഹബുകളിൽ പറയുന്നത്. അപ്പോൾ ആ നിലക്ക് എല്ലാം വഖഫുകൾ എന്താണ്, അത് സമൂഹത്തിലുള്ള ഏറ്റവും അടിത്തട്ടിലുള്ളവർക്കും അതുപോലെ തന്നെ പൊതു നന്മകൾക്കും വേണ്ടിയിട്ടാണ് എന്താകുന്നത്, ഉപകാരപ്പെടേണ്ടത്. ഞാൻ പറഞ്ഞത് നേരത്തെ വഖഫുൽ ഔലാദ് എന്ന് പറഞ്ഞാൽ കുടുംബങ്ങളുടെ ബെനിഫിറ്റ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് പാവങ്ങളിലേക്ക് പോകണം എന്നുള്ളത് തന്നെയാണ് എന്താകുന്നത് മദ്ഹബുകൾ നിർദ്ദേശിക്കുന്നത്. ഞാൻ പറയുന്നത് ഈ വഖഫ് എന്ന് പറയുന്നത് അത് മുസ്ലിം സമൂഹത്തിന് മാത്രമല്ല, അത് ഇസ്ലാം ആഗ്രഹിക്കുന്ന ഒരു ലോക കാഴ്ചപ്പാടുണ്ടല്ലോ, അതിനെ സാക്ഷാത്കരിക്കുക എന്നുള്ള ഒരു ഐഡിയയിലാണ് എന്താകുന്നത് വഖഫ് ആകുന്നത്. അതിനാൽ തന്നെ വഖഫ് എന്നുള്ളത് മറ്റു സമൂഹങ്ങളും എന്താക്കിയിട്ടുണ്ട്, മുസ്ലിങ്ങളുടെ പല കോണ്ടസ്റ്റുകളിലും എന്താക്കിയിട്ടുണ്ട്, അവർ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട്. അവർക്കും എന്താകാം അതിൽ ഭാഗമാക്കുകയും അവരുടേതായിട്ടുള്ള നന്മകൾ എന്താക്കുകയും ചെയ്യാം, കോൺട്രിബ്യൂട്ട് ചെയ്യുകയും ചെയ്യാം. ഈ വഖഫ് എന്ന് പറയുന്ന സിസ്റ്റം തന്നെ മറ്റു സമൂഹങ്ങളിലും കാണാനും കഴിയും. ഇപ്പോൾ വളരെ പ്രശസ്തമായ യൂണിവേഴ്സിറ്റിയാണ് യേൽ യൂണിവേഴ്സിറ്റി. ഈ യൂണിവേഴ്സിറ്റി ഉണ്ടാക്കുന്നത് യേൽ എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ്.
മൂപ്പര് കൊടുത്തിട്ടുള്ള ഒരു എൻഡോമെന്റിന്റെ ബിഗിനിങ്, അതാണ് അതിന്റെ ബിഗിനിങ് എന്ന് പറയുന്നുണ്ട്. അതുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് കോൺട്രവേഴ്സികളുണ്ട്. കൊടുക്കല്, ആ ഗിഫ്റ്റിങ്ങോ അല്ലെങ്കിൽ അതിനു വേണ്ടി കൊടുക്കുക. അപ്പൊ അത് കൊടുത്ത ആ ഒരു കാരണത്താലാണ് ആ യൂണിവേഴ്സിറ്റിക്ക് ഈ പേര് കൊടുത്തതെന്ന് പറയുന്നുണ്ട്. അപ്പൊ ഈ യേൽ യൂണിവേഴ്സിറ്റി, അപ്പൊ യേൽ യൂണിവേഴ്സിറ്റിന്റെ ഇന്നത്തെ ഒരു അസറ്റ് അല്ലെങ്കിൽ ആസ്തി കണക്ക് കൂട്ടിയാൽ ഒരു 30 ബില്യൺ തരത്തിൽ അത് കാൽക്കുലേറ്റ് ചെയ്യാം നമുക്ക്. ഒരുപാട് യൂണിവേഴ്സിറ്റികൾ അങ്ങനെ ഉണ്ട്. അപ്പൊ അതൊരു വലിയ കാഴ്ചപ്പാടാണ് അയാൾ കൊടുത്തു. അത് അതായത് മുസ്ലിം സമൂഹങ്ങളും അതുപോലെ തന്നെ യൂറോപ്യൻ സമൂഹങ്ങളുമായിട്ടുള്ള കൊടുക്കൽ വാങ്ങലുകളെ കുറിച്ച് ഒരുപാട് ആളുകൾ പഠനം നടത്തിയിട്ടുണ്ട്. ജോർജ് മക്ജേസി അതുപോലെയുള്ള ആളുകൾക്ക്. അപ്പോൾ അതിൽ പ്രധാനമായിട്ടും ഇസ്ലാമിക നാഗരികതയിൽ നിന്ന് വെസ്റ്റിലേക്ക് പിന്നെ ട്രാൻസ്ഫർ ചെയ്യപ്പെടുന്ന ഒരു ഐഡിയ എന്ന് പറയുന്നത് ഈ എൻഡോമെന്റ്സ് അല്ലെങ്കിൽ വഖഫ് ആണെന്ന് പറയുന്നത്. അതായത് ഈ ഓക്സ്ഫോർഡ് കോളേജിലുള്ള ഈ മർട്ടൺ എൻഡോമെന്റ് എന്ന് പറഞ്ഞിട്ട്, മർട്ടൺ കോളേജ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു എൻഡോമെന്റ് 12 അതായത് ക്രൂസൈഡ്സിന്റെ കുരിശ് യുദ്ധ കാലഘട്ടത്തിൽ ഉണ്ടാക്കപ്പെട്ടുള്ള ആദ്യത്തെ ട്രസ്റ്റുകളാണ്. ട്രസ്റ്റ് എന്നുള്ള ഐഡിയ യഥാർത്ഥത്തിൽ വരുന്നത് ഈ ഒരു ട്രസ്റ്റ് ഡീലിനെ പരിശോധിച്ചുകൊണ്ട് പല ഹിസ്റ്റോറിയന്മാരും പറയുന്നുണ്ട് എന്ത് ട്രസ്റ്റ് എന്നുള്ള ഐഡിയ യൂറോപ്യൻ സമൂഹത്തിലേക്ക് വരുന്നത് എന്താണ്, വഖഫിൽ നിന്ന് കടം കൊണ്ടിട്ടാണ്. അപ്പോൾ ഞാൻ പറയുന്നത് ആ ഒരു ഐഡിയ എന്ന് പറയുന്നത്, വഖഫ് എന്നുള്ള ഐഡിയ എന്ന് പറയുന്നത് ഇന്ന് പലതരത്തിൽ എന്തുണ്ട്, അതിന് പല വേർഷൻസ് ഉണ്ട്. അപ്പോൾ അത് യഥാർത്ഥത്തിൽ മുസ്ലിങ്ങളിൽ നിന്ന് എന്താക്കുന്നുണ്ട്, യൂറോപ്യൻ സമൂഹം പോയിട്ട് എന്താക്കുന്നുണ്ട്, കടം കൊള്ളുന്നുണ്ട് എന്നുള്ളത് ചരിത്രം വായിക്കുമ്പോൾ, മക്ദീസിയൊക്കെ വായിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയും. അത്രയും സാധ്യതയും ഭയങ്കര വിഷണറി ആയിട്ടുള്ള ഒരു ഐഡിയ ആണ്. അപ്പോൾ വഖഫിനെ കുറിച്ച് ഇപ്പൊ പഠിക്കാൻ സാധ്യത കിട്ടിയത് ഇങ്ങനെ ഒരു വിവാദത്തിന്റെ പശ്ചാത്തലത്തിലാണ് എന്നുള്ളതേ ഉള്ളൂ. ഇൻഷാ അല്ലാഹ് നമുക്ക് നല്ലൊരു സെഷനാണ് കിട്ടിയത്. നമുക്ക് അവസാനിപ്പിക്കാൻ തോന്നുന്നു സെഷൻ.